ഭിന്നത്വത്തിൽ ഏകത്വം എന്ന ഭാരതീയ സവിശേഷതയ്ക്ക് കേരളത്തിലെ മകുടോദാഹരണമായ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ, പ്രത്യേകിച്ച് സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ജില്ലയിലെ വടക്കൻ പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് ചിത്രാഞ്ജലി ആർട്സിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ഇന്ന് വടക്കൻ പ്രതിഭകളിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഭാഗവത കോകിലം എന്ന പേരിൽ അറിയപ്പെടുന്ന കിഴക്കില്ലം നീലമന അതിഥി അന്തർജനത്തെയാണ്. ഏകദേശം 90 വയസ്സോളം പ്രായമുള്ള മുത്തശ്ശി നിരവധി സപ്താഹ വേദികളിൽ വളരെ കാലം മുന്നേ തന്നെ, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 70 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഔപചാരികമായ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതിരുന്നിട്ടും ഈ ഒരു രംഗത്തേക്ക് വരികയും മറ്റ് വനിതകൾക്ക് മാതൃകയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. നീലമന അതിഥി അന്തർജനത്തിൻ്റെ വിശേഷങ്ങളിലൂടെ നമുക്ക് കുറച്ചു നേരം. നമസ്കാരം മുത്തശ്ശി. നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ചിത്രാഞ്ജലി ആർട്സിന്റെ വടക്കൻ പ്രതിഭകൾ എന്നുള്ള ഒരു പരിപാടിയിൽ മുത്തശ്ശിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മുത്തശ്ശിയെ ഞങ്ങൾക്കൊക്കെ അറിയാം. ഞാനിവിടെ വന്ന കാലം മുതൽ എൻ്റെ മാത്രമല്ല ഏതൊരു പ്രായത്തിലുള്ള ആളുകളുടെയും മുത്തശ്ശിയാണ്. മുത്തശ്ശി ഇവിടെയൊക്കെയാണോ ശരിക്കും നീലേശ്വരംകാരിയാണോ, അതോ മുത്തശ്ശിയുടെ എവിടെ നിന്നാണ് മുത്തശ്ശി വെളി കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണോ, എവിടെയായിരുന്നു? ഞാൻ ജനിച്ചത് 1100 മലയാളം പിന്നെ 11 1111 പറയുമ്പോൾ 41 ആ കാലത്താണ് ഞാനുണ്ടായത്. അന്നേരം കൈതപ്പുറത്താണ് എൻ്റെ ജനനം. എൻ്റെ അച്ഛൻ വേദം എല്ലാം അറിയുന്ന ഒരു മനുഷ്യനായിരുന്നു. അമ്മ ഒരു നല്ല ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു ആധ്യാത്മികമായിട്ടും പല വിശേഷങ്ങളുള്ളൊരു കുടുംബത്തിലൊരു അമ്മയാണ്. ആ അമ്മയുടെ മകളായിട്ട് ആ അമ്മക്ക് 16-ാം വയസ്സിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അച്ഛൻ്റെ പേര് കൃഷ്ണൻ നമ്പൂതിരി, അമ്മ ദേവകി അന്തർജൻ. അവിടുന്ന് നമ്മൾ കൈതപ്പുറത്ത് പെരിങ്ങോട്ട് ഇല്ലം ആണ് ഇല്ലത്തിൻ്റെ പേര്. അതും വേദത്തിനാറിലുള്ള ഒരു തറവാടായിരുന്നു. വലിയ മുത്തശ്ശനുണ്ടാകുമ്പോൾ തന്നെ എൻ്റെ ജനനം. എനിക്കൊരു 2.5 വയസ്സിലായിട്ട് ആ മുത്തശ്ശൻ്റെ പുറത്ത് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ആ മുത്തശ്ശൻ പോയത്, വലിയ മുത്തശ്ശൻ. പിന്നെ അയാളെ മകൻ്റെ മകളാണ് ഞാൻ. അങ്ങനെ പിന്നെ ഒരു കളിച്ച് നടന്ന് അങ്ങനെ കഴിഞ്ഞു. ഒരു 5-6 വയസ്സ് ആകുമ്പോൾ വിദ്യാഭ്യാസത്തിനൊന്നും ആവില്ല. അങ്ങനെ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ ഉണ്ടാവുമല്ലോ തോന്നി വാസം. അങ്ങനെ ഒരു കരിയാമ്പ് ഇങ്ങനെ പോയി ചെത്തി ഇങ്ങനെ തോല് കുഴക്കും ചെറിയ തങ്ങി. ആ ദേഷ്യത്തിൽ പിടിച്ച് കൊണ്ടുപോയിട്ട് അവിടെ ഒരു സ്കൂളിൽ കൊണ്ടാക്കി എൻ്റെ അച്ഛൻ. അവിടെ എത്തി 2-3 ദിവസം കഴിയുമ്പോഴേക്ക് ഓരോ ദിവസമായിട്ട് പോകണം. അടുത്താണ് സ്കൂൾ. 1-ാം ക്ലാസ്സിലോ ഒരാണ് 1 വീക്കിൽ കൊണ്ടിരുത്തി. ആ സ്ഥലത്ത് നിന്ന് വേറെ ദിക്കിലേക്ക് മാറ്റം ആക്കി. അങ്ങോട്ട് കൈതപ്പുറത്ത് അവരെ ഇല്ലത്തിൻ്റെ ഈ മേളിച്ച് അമ്മേരെ ഇല്ലത്തിൻ്റെ അടുത്തൊരു സ്ഥലം വാങ്ങിയിട്ട് അടുത്തേക്ക് പോകണത്തില്ല നിയമം വന്നു. അങ്ങോട്ട് പോയി. ആടുന്ന് പിന്നെ എന്തായി, ഈ ചെറിയ 7 വയസ്സായി. 7 വയസ്സാകുമ്പോഴേക്കും പിന്നെ സ്കൂളിലൊന്നും പോയിക്കൂടെ, ഇവിടെ പുറത്തിറങ്ങാൻ പാടില്ല. ശരി, അങ്ങനെ ആടെ വശമായി. അപ്പോൾ മുത്തശ്ശി ജനിച്ചു എന്ന് പറഞ്ഞത് മലയാള വർഷം 1111 എന്ന് പറയുമ്പോൾ 1935. അപ്പോൾ ഈ 2025 എന്ന് പറയുമ്പോൾ 90 നവതി ആഘോഷിക്കാൻ പോവാണ്. അന്നേരം ഇപ്പോൾ മുത്തശ്ശി പറഞ്ഞു, മുത്തശ്ശിക്ക് ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം അവസാനിച്ചു, സ്കൂളിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നീടുള്ള വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ഭാഗവത ആചാര്യനുണ്ടായിരുന്നു ഒരു ഇല്ലത്ത്, കോറമംഗലം ഗോവിന്ദ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടൊരു ചിണ്ടൻ എഴുത്തച്ഛൻ എന്നൊരു നല്ലൊരു ഭക്തനായിട്ട് നല്ലൊരു ആളുണ്ടായി. അവിടെ ഞാൻ കുറച്ച് ചെറിയ കുട്ടികളെല്ലാം പിന്നെ എഴുത്ത് പഠിപ്പിക്കും, മണലിലോ ഇങ്ങനെ. അത് പിന്നെ മുകുന്ദാഷ്ടകം, പിന്നെ കുറച്ച് ഭക്തി ഹരിക ഗോവിന്ദ, അത് ഇങ്ങനെ ചെറിയ ചെറിയ പാട്ടോ ഇതെല്ലാം പഠിച്ചു. അതല്ലേ വിദ്യാഭ്യാസം ഉള്ളൂ കാര്യമായിട്ട്, വേറെ ഒരു വിദ്യാഭ്യാസമൊന്നുമില്ല.
പിന്നെ ഓരോരോ ഈ ഭാഗവതാചാര്യൻ തന്നെ ഓരോരോ പുസ്തകങ്ങളിൽ തരും, ഇങ്ങനെ വായിച്ച് നോക്ക് മോളെ കണി കാണുന്നായിരുന്നോ അങ്ങനെയല്ല, ഇങ്ങനെ പാട്ടിൻ്റെ പുസ്തകങ്ങൾ തരും. അതെല്ലാം വായിച്ച് 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 ഇങ്ങനെ കുറച്ച് തന്നെ പഠിക്കുക ചെയ്തത്. ആരും അതിന് ഇതില്ല. അങ്ങനെ 8 വയസ്സാകുമ്പോഴേക്കും പിന്നെ അമ്മ മരിച്ചുപോയി. പിന്നെ നമ്മൾ എൻ്റെ ഒരു അനുജനുണ്ട് ഗോവിന്ദൻ, പിന്നെ അതിന് 10 മാസമായ ഒരു കുട്ടി അനീതിയായിട്ട് കുട്ടി ദ്രൗപദി, അങ്ങനെ 2 കുട്ടികൾ ഞാനും അവിടെ അല്ലാണ്ടായിപ്പോയി. കുറച്ച് അച്ഛന് ഒരു ശരിയിലാണ് മനസ്സിന്. അച്ഛന് ശാന്തിക്കവറ്റം പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാകണ്ട, വലിയ കുറച്ച് ഇതാണ്, സാമ്പത്തികമായിട്ടൊന്നും വലിയ ഒന്നുമില്ല. അങ്ങനെ അദ്ദേഹം തൃക്കപാലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇടയൊക്കെ പോയി ശാന്തിക്ക്. അങ്ങനെ കൊണ്ടുവന്നാൽ വന്നു പോയി, അങ്ങനെയല്ലാണ്. പിന്നെ അത് വലിയൊരു ഇതില്ല. അങ്ങനെ ഈ അമ്മയുടെ ഇല്ലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. അടുത്താണ് അവിടെ മുത്തശ്ശിയുടെ കൂട്ടത്തിലെല്ലാം ജീവിച്ചു, ചിറ്റമ്മമാരും എല്ലാം ഉണ്ട്. അങ്ങനെല്ലാം കൂടി ആണ് ജീവിതം. മുത്തശ്ശി അപ്പം പറഞ്ഞു വന്നത്, മുത്തശ്ശിയുടെ ചെറുപ്പത്തിലേ അമ്മ നഷ്ടപ്പെട്ടു, അച്ഛൻ മാനസികമായിട്ട് പ്രയാസത്തിലായിരുന്നു. അപ്പോൾ മുത്തശ്ശിയുടെ അമ്മാത്തും ഇല്ലത്തും ഒക്കെ ആയിട്ടായിരുന്നു മുത്തശ്ശിയുടെ ചെറുപ്പകാലം ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടിയിട്ടുമില്ല എന്ന് പറഞ്ഞു. മുത്തശ്ശി എങ്ങനെയാണ് ഈ സംസ്കൃതവും അതുപോലെ ഇപ്പം ഭാഗവത സപ്താഹത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, ഇതിലേക്കുള്ള ഒരു വ്യുൽപ്പത്തി കിട്ടാൻ എങ്ങനെയായിരുന്നു കാരണം? ഇതൊക്കെ വായിക്കാനും എഴുതാനും ഒക്കെ പഠിച്ചത് കാര്യം, ഒരാള് ശിക്ഷണമില്ലാതെ നമുക്ക് ഈ സംസ്കൃതത്തിലൊക്കെ ആദ്യ പാഠങ്ങൾ എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ. അതെങ്ങനെയായിരുന്നു? അപ്പോൾ അതെങ്ങനെയാണെന്ന് വിചാരിച്ചാൽ വല്യമ്മാവനും കുഞ്ഞമ്മാവനും കുറേ ചിറ്റമാവരുടെ പിന്നെ അവിടെല്ലാം കല്യാണമെല്ലാം കഴിഞ്ഞ് പോയല്ലോ കുറച്ചാലാണ്. അതായത് ഈ ചെറിയ അമ്മാവൻ സംസ്കൃതം പഠിക്കുന്ന ഒരു കാലമാണ്. ആ സംസ്കൃതം പഠിക്കുന്ന കാലം ഒരു നമ്പ്യാരുണ്ടായിരുന്നു, ഒരു കണ്ണ് കാണാത്തൊരു മനുഷ്യൻ. അയാൾ ഇങ്ങനെ ചെരിഞ്ഞ് നിന്നിട്ടും ഒരു അരക്കണ്ണുകൊണ്ട് എഴുതിയിട്ടും ചെരിഞ്ഞിട്ട് എഴുതിയിട്ടും ഇതെല്ലാം ഇദ്ദേഹത്തിനെ പഠിപ്പിക്കുന്ന വെച്ചാൽ ഇങ്ങനെ കേൾക്കും നമ്മൾ. അങ്ങനെ കുറേ തുള്ളിപ്പറക്കിയിട്ട് എടുത്തിട്ടുണ്ട്, ഇല്ല പറയണ്ട. ഒരു ശ്ലോകം അപ്പുറത്ത് ചെല്ലുക, ഒരു ശ്ലോകം അപ്പുറത്ത് കേൾക്കുമ്പോൾ ഞാൻ ഇപ്പുറത്ത് പഠിക്കും. അങ്ങനെ കുറേ ഇത് സംസ്കൃതം എന്ന് പറയാനൊന്നുമില്ല ഇനി, എന്നാലും കൂടി അതിൻ്റെ അർത്ഥങ്ങളല്ല ഇങ്ങനെ എടുക്കുമോ അങ്ങനെല്ലാം കൂടി. പിന്നെ വല്ല സംശയം ഉണ്ടെങ്കിൽ ഈ അമ്മമാരോട് ചോദിക്കാമല്ലോ, പറഞ്ഞു തരില്ല. എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശൻ തന്നെ ഇതിന് എതിരാണ്. മുത്തശ്ശി ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു ഔപചാരികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. അന്നത്തെ കാലത്ത് മുത്തശ്ശൻ പോലും ഈ ഒരു കാര്യത്തിനെതിരായിരുന്നു, പെൺകുട്ടികൾ സംസ്കൃതം പഠിക്കണ്ട എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അറിയേണ്ടതും അതാണ്. കാരണം പണ്ട് കാലത്ത് ഇപ്പം ഞങ്ങളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു കാലത്തിലാണ് മുത്തശ്ശി ഇരിക്കുന്നത്. എത്രയോ തലമുറകൾ കണ്ടു കഴിഞ്ഞു. അപ്പം അന്നത്തെ ഈ വിദ്യാഭ്യാസ രംഗത്തേക്ക് പെൺകുട്ടികൾക്ക് വരാനുള്ള സാഹചര്യം പരിമിതമായിരുന്നു, അല്ലെങ്കിൽ തീരെ ഇല്ലായിരുന്നു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ആ കാലത്തെ പറ്റിയിട്ടും ആ വിദ്യാഭ്യാസം ആർജിച്ചതിനെ പറ്റിയിട്ടും എന്താണ് മുത്തശ്ശിക്ക് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഇന്നത്തെ ആളുകൾക്ക് അത് ഒരു പക്ഷേ കേട്ടാലൊട്ടും വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായി. ഈ ചെറിയ കുട്ടികളെ ഇങ്ങനത്തെ പെൺകുട്ടികളെ വിദ്യാഭ്യാസം വേണ്ട, ആൺകുട്ടികൾക്ക് വേണമെന്നും ഈ ഇല്ലവർക്കില്ല. 8ാം ക്ലാസ് പഠിച്ച അന്നത്തെ മാഷായി, അങ്ങനത്തെ 8 ക്ലാസ് പഠിച്ച വരെ നല്ല EMA ഒന്നുമില്ല അന്നത്തെ കാലത്ത് പഠിച്ച അവരായിരുന്നു. കൈതപ്പുറത്തുണ്ടായില്ല. പിന്നെ ഇങ്ങനെ സംസ്കൃതം, ശ്ലോകം, പിന്നെ വേദം ഇങ്ങനെയൊക്കെ ആണുങ്ങളുമായി. പെൺകുട്ടികളെല്ലാം അത്യാവശ്യം അകത്തെ കാര്യം ചെയ്യണം, സകല പണിയെടുക്കണം, എല്ലാ പണിയെടുക്കണം. പൂപ്പറിക്ക, തേവാരത്തിലൊരുക്ക. പിന്നെ മുത്തശ്ശി സംസ്കൃതമൊക്കെ പഠിച്ചു, അല്ലെങ്കിൽ ശ്ലോകങ്ങൾ കേട്ട് പഠിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിനെ ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചിരുന്നോ? പ്രോത്സാഹിപ്പിക്കാൻ ആളില്ല, ഇല്ല. നമ്മുടെ സ്വന്തം ഇഷ്ടത്തില്ല. എൻ്റെ പ്രായക്കാരന് എൻ്റെ ചിറ്റമ്മയും ഒരു അമ്മാവൻ്റെ മോളും ഉണ്ട്. ഞങ്ങൾ 3 പേര് ത്രിമൂർത്തികളാണ്. നമ്മൾ പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ പറ്റി എതിരിടും. പക്ഷെ വീട്ടിലല്ല, അതെല്ലാം അടുക്കളയിലായിരിക്കും. കളകളെ ചിരിക്കാനൊന്നും പാടില്ല. ആരായിരുന്നു ഒച്ചയുണ്ടാക്കിയത് ചോദിക്കും. അപ്പുറത്ത് പഠിക്കുന്നവരല്ലേ, അതെല്ലാം ഇവിടെ അത്രയും അടക്കത്തിലാണ് നിൽക്കേണ്ടത്. നമ്മളങ്ങനെ കുത്തുപോകാനൊക്കെ സമ്മതിക്കില്ല. അങ്ങനെ പിന്നെ അമ്പലത്തിലെല്ലാം പോകണമെങ്കിൽ അമ്പലത്തിൽ പോയി വച്ചോളാം, തൊഴുതോളാം, ഭാഗവതം കേട്ടോളാം, വന്നോളാം. ഈ ആചാര്യൻ്റെ വായന ഉണ്ടാവും കൊല്ലത്തിലും സപ്താഹം. അതിന് ഒരുക്കി കൊടുക്കുക, പാട്ട് പാടാം, മാമനെ എതിരിക്കുക. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളെ കൂട്ടത്തിൽ കളിക്കാന്നല്ലാണ്ട് വിദ്യാഭ്യാസപരമായിട്ട് യാതൊരു ശരണമില്ല. അന്നേരം എന്താ വെച്ചാൽ ഈ അധ്യാത്മ രാമായണം എല്ലാം സംസ്കൃതത്തിലൊരു ശ്ലോകമെല്ലാം വായിച്ച് അധ്യാത്മ രാമായണം പറ്റ രജിസ്റ്റാക്കി ഇപ്പോഴും കുറച്ച് പോയി ശേഷമാണ്.
അപ്പോൾ എത്രാമത്തെ വയസ്സിലായിരുന്നു മുത്തശ്ശിയുടെ വിവാഹം? 19 വയസ്സ്. വിവാഹം ഇവിടെ നിന്നായിരുന്നു, നീലേശ്വരത്ത് അല്ല, കൈതപ്പുറത്ത് അവിടെ ഒരു രക്ഷിതാവായിട്ട് എൻ്റെ അച്ഛൻ്റെ അപ്പൻ ഇവിടെ പിന്നെ വടകരയിൽ പിന്നെ ഒരു ഭാര്യത്തെ സംബന്ധമായിട്ട് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ അമ്മേനെ കൊല്ലാൻ എൻ്റെ കല്യാണം കെട്ടിക്കാനെല്ലാം ഉത്സാഹിച്ചാണ്. അതപ്പോൾ ഈ കുട്ടികളിങ്ങനെ അനാഥായല്ലോ എന്ന് പറഞ്ഞ് അയാളടുത്ത ആദ്യം ഇതെല്ലാം ഉപേക്ഷിച്ച് നമ്മളെ രക്ഷിക്കാനായിക്കൊണ്ട് ഈ ഇല്ലത്തേക്ക് വന്നു. അന്നേരം ഇങ്ങനെ അമ്മാത്തുള്ളതെന്ന് പറഞ്ഞാൽ അതൊരു പോകാന്നല്ലാണ്ട് പിടുത്തായിട്ട് വീട് നിൽക്കണമല്ലോ നമ്മുടെ ഇല്ലത്ത്. തേവാരുണ്ട്, ഈ ഇദ്ദേഹം തേവാരം കഴിക്കും ഓരോരോ ഇല്ലത്ത് ഇതെല്ലാം രുദ്രാഭിഷേകം അങ്ങനെ ഇങ്ങനെ കഴിക്കാൻ പോകും, ദാനം കഴിക്കാൻ പോകും, അങ്ങനെയുള്ള ഇതൊരു ഒരാളായിരുന്നു. അദ്ദേഹത്തിന് വല്ലാത്ത സ്നേഹമാണ്. ആ മുത്തശ്ശനാണ് നമ്മളെ ഒരാളാക്കി. ഒരു അനിയന്റെ അപ്പന്റെ കാര്യം പറഞ്ഞില്ലേ, ആരായിരുന്നു അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? കേശവൻ. അദ്ദേഹം അവരെ ഈ വടകരയിലെല്ലാം വേണ്ട വെച്ചിട്ട് വന്നു നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നു. ചെറിയ കുട്ടീനാവാത്തതുകൊണ്ട് അമ്മാത്തോണ്ടാക്കി. അവിടെ ഒരു ചിറ്റമ്മ ഉണ്ടായി നമ്മളെ. മുത്തശ്ശി മരിക്കുമ്പോൾ അവർക്ക് എത്രയായിരുന്നു പ്രായം? 10 മാസം. വലിയ കുട്ടിയാണ്, അന്നേരം വല പിടിക്കാന്നാവല്ലോ. അങ്ങനെ ഒരു ചിറ്റമ്മയാണെന്ന് നോക്കിയത്. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഓണായാലും വിഷുവായാലും അവിടെ നമ്മൾ ഘോഷാക്കും കൊടുത്ത് കഴിയാതൊന്നും ഈ കേശപ്പനായിരുന്നു മുത്തശ്ശിയുടെ വേളിയുടെ കാര്യം. അതെല്ലാം അങ്ങനെ അദ്ദേഹം ഈ അച്ഛൻ അങ്ങനെ കൂട്ടാക്കിട്ടില്ല. അച്ഛൻ ഈ ഗോവിന്ദനെ മോൻ്റെ അനിയനുണ്ടല്ലോ, ഓനെ കൂട്ടി 7 വരെ പഠിച്ചിട്ടു. ഓനെ കൂട്ടിട്ട് ഓരോ വീട് പോയി എത്ര വീട് വീട് ആളില്ല. അങ്ങനെ ഒരു കേൾക്കാത്തത് ബുദ്ധിമുട്ടാണ്. അന്നേരം അമ്മാത്തേക്ക് പായി വരുന്നത്. പിന്നെ ഇവിടെ ഈ പിന്നെ അപ്പനാ വിളിക്കുന്ന മുത്തശ്ശനാണ്. അപ്പനാണെന്ന് വല്ലാത്ത പിന്നെ സ്നേഹം നിര്യാണ് പ്രത്യേകം. അങ്ങനെ നമ്മളെ സംരക്ഷിച്ചതായി. എല്ലാവരും ഇങ്ങനെ കാതിലെല്ലാം സ്വർണ്ണമെല്ലാം എടുക്കും, നമുക്കതൊന്നുമില്ല. ഒരു ദിവസം കരഞ്ഞ് പറയുമ്പോൾ പയ്യന്നൂർ പോയി മേടിച്ച് കൊണ്ടത്തിൽ ഇടിച്ചിട്ട് എത്ര പുറത്തേക്ക് എന്നെ ഇറക്കുന്ന അത്രക്കും എന്നോടില്ല ഒരു ആത്മാർത്ഥ സ്നേഹമാണെന്ന് അത് പറയും, വിടാനാവില്ല. അങ്ങനെ അദ്ദേഹം സൂക്ഷിച്ച് വെച്ച് പൈസ കൂട്ടിയിട്ട് ആയിരിക്കും ഒരാൾക്ക് കൊടുക്കാനായി. അപ്പോൾ വലിയ പെണ്ണായി. പിന്നെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ല, ഏടെ പോയി കൂടാ. ഇല്ലത്തുനിന്ന് പുറത്ത് പോകാൻ തന്നെയാണ് അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ അടുത്ത് പോകും. അടുത്തത് അന്നേരം എന്തെന്നറിയോ എന്നെ ചെയ്തത്? ഒരു കുടയെടുക്കും. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എടുക്ക വരില്ലേ, ദൂരത്തെ കൂടെ പോകും. ഈ വരല്ല ആരും ഇതുപോലെ നമ്മളെ കൈമത്തരുവോ എന്നെ കണ്ടാൽ അല്ലാത്തതും ഭാഗം അത് കഴിഞ്ഞ് പിടിക്കാനാവില്ല. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കുട എടുത്തിട്ട് പോകണം. ഞാൻ അതിലേക്ക് പോയിക്കൂടാ, ഞാൻ കുട എടുക്കാം, എന്നാലും നാളെ നിൽക്കാറ് കുറച്ച് നേരം. അങ്ങനെ അങ്ങനെ രാത്രി നമ്മൾ പാട്ട് പാടും, സന്ധ്യക്ക് ഭജന പാടും. അങ്ങനെ ആയി 10-18 വയസ്സായാകുമ്പോൾ പിന്നെ വേലിയാലോചന പോകും. അപ്പോൾ ആ നാട്ടിലൊന്നും അത്ര ഒരു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മയില്ല, അച്ഛനും ബോധമില്ല. പിന്നെ സാമ്പത്തികമായി ഇല്ല. അടുക്കള പണിയാണോ പഠിച്ചാൽ അത്രേ ഉള്ളൂ. അത് നല്ലോണം അറിയില്ല, അതൊന്നും പറഞ്ഞ കാര്യമല്ലോ. അങ്ങനെ ആരും ജാതകം കൊണ്ടും ചിലപ്പോൾ ചില ആൾക്കാർ. പിന്നെ ഇപ്പൊ എവിടെ നിന്നാണോ ശരിയായത്? ഇല്ലത്ത് അങ്ങനെ ഏട്ടൻ്റെ മക്കളും ഭാര്യയും അവരെല്ലാം ഉണ്ട്. പിന്നെ അതൊന്നും പറയാൻ അവർക്കൊരു കാലിലെല്ലാം നല്ല സുഖമില്ലാത്ത പണിക്ക് ഒരുപാട് പണിയുണ്ട്. ഒരു പണിക്കൊരു കുട്ടി വേണം, അത്രയും കൂടി ഉദ്ദേശിച്ചു. പഠിപ്പും പ്രതാപമൊന്നും വേണ്ട, പൈസയും വേണ്ട. വീട്ടിലെയും പുറത്തെയും ജോലികൾ അത്ര എടുത്താൽ മതി. ഓ അങ്ങനെ വീട് നിശ്ചയിച്ചു. അന്നേരം ഈ ജാതകം നോക്കി എടുത്ത് പെണ്ണിനെ കാണേണ്ടത് വേണോ ചോദിച്ചാൽ ഇദ്ദേഹം പറഞ്ഞു എന്നാ പറഞ്ഞു. അതിലില്ലല്ലോ മതി, ഇപ്പം അതിനെ നോക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അതും വേണ്ട വെച്ചു. അപ്പൊ അങ്ങനെ കണ്ടിട്ടില്ല. കുറച്ചാളെ കൂട്ടി കൂടും. ഇന്നലെ അധികം ആൾ പോയാൽ അന്നേരം യാത്രാ സൗകര്യങ്ങളൊക്കെ ഒന്നുമില്ല, തീവണ്ടിയിൽ പോയിക്കൊള്ളണം. പുതിയിലൊക്കെ പെട്ടെന്ന് കെട്ടി വിവാഹം കഴിച്ച് പിന്നെ പേരമ്മ, എൻ്റെ പേരമ്മ, ചിറ്റമ്മ എല്ലാം ഉണ്ട്, മുത്തശ്ശി എല്ലാവരും അമ്മാമ്മ എല്ലാം ഒപ്പിച്ചു. അപ്പോൾ ഈ സ്ത്രീധനം എത്ര എന്നാണ് ചോദ്യം വന്നാൽ 400 രൂപയും കൂടി നിനക്ക് നീല നിനക്ക് തരണമെന്നുണ്ടെന്നാണ് എൻ്റെ ഈ
യേശുപത്നി ആ ഗുരു എൻ്റെ സ്വന്തം പറഞ്ഞത്. ഇപ്പോൾ ധാരാളമായി ഇവർക്ക് എന്താ ഒരു പൈസ കിട്ടില്ല പറഞ്ഞ അപ്പൊ അന്നും ഈ സ്ത്രീധന സമ്പ്രദായമൊക്കെ ഉണ്ട്. അല്ല ചോദിച്ചിട്ടില്ല ഞാനൊക്കെ തരണം എന്നുണ്ട് പറഞ്ഞാൽ ഇവര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചോദിക്കുന്ന അല്ലെങ്കിൽ പറയാ തെക്കോട്ടുള്ളതിനേക്കാളും ഒരു കുറവാണ് എന്ന് പറയുന്നത്. പക്ഷെ അതായും ചോദിച്ചത് ഇപ്പൊ ഈ വേലി കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം മുത്തശ്ശിയുടെ ഈ വായനയും പഠിത്തത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ശേഷമാണ് അങ്ങനെ ആ മുത്തശ്ശൻ ആരും അയക്കാനൊന്നും ആളില്ല. അമ്മയും അച്ഛനും ആരും ഇല്ല. ആ പടിഞ്ഞാറ്റേല് ഈ ഇരത്തേങ്ങ തല്ലി ഒരു സ്വഭാവം നമസ്കരിച്ചു. ഇരത്തേങ്ങ തന്നെ ആ കൈ വേണം അമർത്തിട്ട് തന്നെ പറഞ്ഞു അനുഗ്രഹിച്ചു. നീ നന്നായി വരും കുട്ടീന്ന് ആ അനുഗ്രഹത്തുണ്ടാക ഇന്ന് വരെ എൻ്റെ യാത്ര. സംസ്കൃതത്തിലായാലും ഭാഗവത പാരായണത്തിലായാലും അദ്ദേഹം എങ്ങനെയായിരുന്നു? മുത്തശ്ശൻ ഭാഗവതം ഒക്കെ ആയിട്ട് പോകുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അത് കൊടുക്കാനല്ലേ കഴിപ്പിക്കാൻ പോണ്ടേ ബാധ്യരായിട്ടുണ്ട്. അങ്ങനെ പോകുന്ന തിരക്കും എല്ലായി. എന്നാലും കൂടി ഭാഗവതം വൈകും കുറേശ്ശെ. അന്നത്തെ കാലത്ത് വേലിയൊക്കെ എത്ര സമയം ഉണ്ടായിരുന്നു? ഒരു ദിവസം ഇന്നത്തെ പോലെ 4 മണിക്കൂർ കൊണ്ട് തീരും. അതിനെ പറ്റി കൂടെ ഒന്ന് പറയാമോ? പണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതന്നെ വേണ്ടാന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ്. വേളി കഴിഞ്ഞാൽ അന്ന് കഴിയും. അന്ന് രാവിലെ വേളി കഴിഞ്ഞാൽ വൈകുന്നേരം തീയിടും. 4 ദിവസത്തെ തീർച്ചയാണ് വിവാഹ തീർച്ച. അത് കഴിഞ്ഞ് പിന്നെ 4ാം വേളി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇതെല്ലാം ക്രിയ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പഞ്ചമേഖലയായിട്ടൊരു ക്രിയയുണ്ട്. അതും കഴിഞ്ഞിട്ട് അന്ന് പിന്നെ നമ്മൾ ഉപാസനം കൊണ്ടാണ് ആ ഉപാസനം കാറ്റിയെടുക്കും. ആ ഉപാസനം നമ്മൾ വീട്ടിൽ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവരാൻ ഞാൻ ഇവിടെ ആക്കാം. നമുക്ക് ആ ഉപാസനം ഇവിടെ ഉപാസന ആക്കിയിട്ട് ഉപാസന ആക്കണം. അല്ലാണ്ട് പറ്റില്ല. ഇവിടെ ഇല്ല. ഈ അച്ഛനും വീട്ടിൽ നാരായണന്റെ അച്ഛനും വലിയ വാദ്യാരാണ്. എല്ലാം ചിട്ടപ്പടിക്കേ പറ്റുള്ളൂ. ഓ അല്ലാണ്ട് അല്ലെങ്കിലും അന്നത്തെ കാലത്ത് പറയുന്നത് ഒരു 70 കൊല്ലം മുന്നത്തെ കളിയാണല്ലോ. അപ്പോൾ അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ 10 ദിവസത്തെ വേളി എന്നൊക്കെ പറയുന്നത് 5 ദിവസം കഴിഞ്ഞു. കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേശമേനി എന്ന് പറഞ്ഞിട്ട് പിതൃക്കൾക്കെല്ലാം വിളിച്ച് കാണുന്നതായ ഒരു കർമ്മം കൂടെ ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പൊ പണ്ടത്തെ വേലി പറയുന്നത് ഇന്നിപ്പോ നമ്മളത് നടക്കില്ല. കാരണം ഇന്നത്തെ കാലാനുസൃതമായിട്ട് നമുക്ക് മാറ്റങ്ങൾ വന്നിട്ട് ഇപ്പൊ അത് ചുരുക്കി ഒരു 4 മണിക്കൂറിൽ തീരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ? അപ്പൊ ഈ വേലി കഴിഞ്ഞ് ഇങ്ങോട്ട് ഈ 10 ദിവസം കഴിഞ്ഞിട്ടാണോ അതോ ഇങ്ങോട്ട് ഇവിടുന്നാണോ ബാക്കിയുള്ളതെല്ലാം? 10 ദിവസം ഇതെല്ലാം അവിടെ തന്നെ കഴിക്കും. ഈ 4ാം ഇതെല്ലാം പഞ്ചമേനി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നു. അങ്ങനെ വന്ന് ഇടുന്നത് പിന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയി അവരെല്ലാം വണ്ടിക്ക് പോയി. പിന്നെ ഇവിടെ ഒരു നല്ല ദിവസം നിശ്ചയിച്ചിട്ട് ഈ ദേശമേഖലയിൽ കഴിക്കും. അതിന് നമ്മുടെ ബന്ധുക്കളെല്ലാം ക്ഷണിക്കും. കുടിവെപ്പൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ വന്ന് ഇത്ര നാൾ. എപ്പോഴാണ് മുത്തശ്ശി ഇതുപോലെ വായിക്കാൻ താല്പര്യമുള്ളതാണ് അല്ലെങ്കിൽ ഇതില് മുത്തശ്ശിയെ പ്രോത്സാഹിപ്പിക്കാം എന്ന് മുത്തശ്ശിന് തോന്നിയത്? മുത്തശ്ശന് അതേ തോന്നിയിട്ടുണ്ട്. പിന്നെ ആ മുത്തശ്ശിക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്. എനിക്ക് ഒരു സ്വാതന്ത്ര്യത്തിനും കുറവില്ല. എനിക്ക് പണ്ട് കാലത്ത് നമ്മൾ പല സ്ഥലത്തും കണ്ടിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനത്തെ ആളല്ല. ഇത് നല്ലൊരു സ്നേഹനിധിയാണ്. എന്റെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണിലെ വെള്ളം നിന്റെ കണ്ണിൽ ഒരു ഉള്ളി വെള്ളം വീഴാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ. അല്ല പണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ വന്ന വീട്ടിലും ഇതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ അടക്കി കഴിയേണ്ട ഒരു അവസ്ഥ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഒരു ഭാഗവതം വായിക്കുന്നതിനോ പിന്നെ ഒന്നും പറ്റില്ല. അമ്മേനെ അങ്ങനെ നമ്മളതിൽ കൂടി അമ്മക്ക് വളരെ സ്നേഹമാണ്. അമ്മ അമ്മേനെ സൂക്ഷിക്കലാണല്ലോ ഇപ്പൊ സാധാരണ ലോകത്ത്. അത് വേണ്ട. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതാണ് അമ്മ ഉണ്ടായത്. അമ്മ ചെറുപ്പത്തിലേ പോയതുകൊണ്ട് പിന്നെ അമ്മയുടെ ഒരു സ്നേഹം കിട്ടിയോണ്ട് വളരെ ഇതായത്. അന്നേരം അമ്മ പറയും വൈകുന്നേരം നീ പണിയിലാടെ മതിയാക്ക് ഈ രാമായണം 2 ക്ലാസ് വായിക്ക്. രാമായണം ഇവിടെ നല്ലൊരു പ്രോത്സാഹനമാണ് പറയുന്നത്. മുത്തശ്ശി നിരവധി ഭാഗവത വേദികളില് ഭാഗവതം വായിക്കാനും അല്ലെ ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ ഈ ഒരു വിവാഹത്തിന് ശേഷമാണ്. അങ്ങനെ വിവാഹത്തിന് ശേഷമാണ് അതല്ലായത്. പ്രസവം ശാസ്ത്രികളെ ഒരുമിച്ച് ഒരു 70 ഒരു ഇവരൊക്കെ മക്കളൊക്കെ അതിന്റെ ശേഷം കുഞ്ഞാളെ ചെറുത് കുറച്ച് വലുതാകുമ്പോൾ ഞാൻ പോകും. എത്ര പേരാ അമ്മയ്ക്ക് മുത്തശ്ശിക്ക്? എത്ര മക്കളാണ്? ഞാൻ 5 പ്രസവിച്ചു. 4 കുട്ടികൾ കൊണ്ട് 2 പെൺകുട്ടികൾ 2 ആൺകുട്ടികൾ.
പ്രസവം ഉണ്ടായിരുന്നു. അതിൽ ആദ്യം ഒരു മകളായിരുന്നു. അതന്നെ 21 വയസ്സിൽ തന്നെ പ്രസവം ആയിരുന്നു. 19 വയസ്സിലാണെങ്കിൽ വേഗം ആയി ആ കുട്ടി. അത് കഴിഞ്ഞ് ഒരു 4 കൊല്ലം കഴിയുമ്പോൾ പിന്നെ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അത് വേഗം മരിച്ചു. പിന്നെ 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇവൻ ഉണ്ടായത് മോൻ. അവർ ഓളെ കൈതപ്പുറത്തേക്കാണ് കല്യാണം കഴിച്ച് കൊടുത്തിട്ടാണ് ഈ ബാലകൃഷ്ണൻ. അങ്ങനെ 5 കുഞ്ഞുങ്ങൾ, 4 ആളുണ്ട്. ഇപ്പോൾ സാവിത്രി കുട്ടി ഇപ്പോൾ അവിടെ പുതിയ പേര് ഇട്ടതുകൊണ്ട് ഗീത അത് വിളിക്കുന്നത്. രണ്ടാമത് പിന്നെ ഒരു ആൺകുട്ടി ഉണ്ടായിട്ട് പോയി. പിന്നെ 3-മതാണ് ഈ നമ്മളെ ശംഭൂരിൻ്റെ നീത്തിയായിട്ട് ഒരു മോള് കൈതപ്പുറത്ത് കല്യാണം കഴിച്ച് കൊടുത്തു. അവിടെ ജീവിക്കുന്നുണ്ട്. പിന്നെ 5-മതാണ് ഈ ബാലകൃഷ്ണൻ നമ്പൂരി. പിന്നെ ഗീതയും വായിക്കും. നേതാവായിരുന്നു ഇപ്പോൾ അവിടെ ഭാഗവതം വായിപ്പിക്കാനായിട്ടും സപ്താഹത്തിനും. ഇതുപോലെ നമ്മളിപ്പോൾ എങ്ങനെ പണിയെടുക്കുന്നത് അതുപോലെ അവൾ അമ്പലത്തിൽ വിഷ്ണുപുരത്ത് രത്നമണി അവിടെ ഉത്സാഹിയാണ് അവൾ. ഇപ്പോ സ്വർണ്ണവല്ലി അമ്പലത്തിൽ 22ാമത്തെ സപ്താഹം അവസാനിച്ചു. ഇപ്പൊ കഴിഞ്ഞ ഈ അടുത്തായിരുന്നു. എത്ര വർഷമായിട്ടുണ്ടാവും സ്വർണ്ണവല്ലി അമ്പലത്തിൽ സപ്താഹം തുടങ്ങിയിട്ട്? ഏത് വർഷമാണെന്ന് വല്ല ഓർമ്മയില്ല. 96-ലാണോ 95 ആ കാലഘട്ടത്തിലായിരിക്കും. ഞാൻ പൊതുവെ എല്ലാവർക്കും ചോദിക്കുന്ന ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ സപ്താഹം എന്തിനാണ് നടത്തുന്നത്? ഇപ്പൊ ഒരുപാട് അമ്പലങ്ങളിലും സപ്താഹങ്ങൾ ഈയിടെയായിട്ട്, എൻ്റെ ഒന്നും ചെറുപ്പകാലത്ത് ഇത്രയധികം സപ്താഹങ്ങൾ നടത്തിയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ മിക്കവാറും എല്ലാ അമ്പലങ്ങളിലും ഭാഗവത സപ്താഹം വളരെ ഘോഷമായിട്ട് നടത്തുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ഈ സപ്താഹം നടത്തുന്നത്? അതിന്റെ ഉദ്ദേശം എന്താണ്? മുത്തശ്ശിയുടെ ആയിട്ടുള്ള ഒരു രീതിയിൽ മുത്തശ്ശി ഒന്ന് പറഞ്ഞു. 85-ലാണ് സപ്താഹം തുടങ്ങിയതെന്ന് എൻ്റെ ഓർമ്മ. പിന്നെ ഇത് എന്തിനാണ് ചെയ്ത് വിചാരിച്ചാൽ ആധ്യാത്മിക ശ്രവണമാണല്ലോ. ഭഗവാന്റെ കഥകൾ കുറേ കേട്ടാൽ കുറേ കേൾക്കുമ്പോൾ നല്ല ഒരു ശീലത്തിലേക്ക് എല്ലാവരും വരണം. ചെറുപ്പക്കാരുമില്ല, എല്ലാവരും വരണം എന്നുള്ളൊരു ബോധത്തിലാണ് ഇത് തുടങ്ങിയത്. പിന്നെ പുണ്യാണിത്. ദൈവേ പിത്രേച്ച മാനുഷേ എത്രയെത്ര ആനുയർത്തേതാ തൽത്തേഷാം സുഹൃതം വിദു എന്നാണ് ഭാഗവതത്തിൻ്റെ ഇത് നിയമം. ആരായാലും ഏത് ദിക്കിൽ വെച്ചിട്ടും നമുക്ക് സൽക്കർമ്മം ചെയ്യാം. അതിൽ വിശേഷിച്ച് അമ്പലങ്ങളിലായാലും വിഷ്ണു ക്ഷേത്രത്തിലായതുകൊണ്ട് വളരെ ഇതായി. കുറേ ദിക്കിൽ സപ്താഹത്തിൽ ഞാൻ കുറച്ചെല്ലാം പോയി കഴിഞ്ഞിട്ടാകുമ്പം എനിക്ക് തോന്നി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സപ്താഹം കണ്ടിട്ടേ ഇല്ല ഇട. അങ്ങനെ നമ്മൾ നാരായണേട്ടനോട് പറഞ്ഞിട്ട് എൻ്റെ അമ്മാവനാണ് ആദ്യം സപ്താഹം വായിച്ചത്. അന്നേരം തന്നെ പിന്നെ എന്നെ കുറേശ്ശെ കൂട്ടും. 2 അധ്യായം നീ വായിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ വായിച്ചിട്ടാണ് പിന്നെ ഞാനതിൽ കൂടാനായത്. അങ്ങനെയാണ് ആ സപ്താഹം തുടങ്ങിയത്. അന്നേരമുള്ള കുറച്ച് ആൾ കുറവാണ്. അങ്ങനെ പ്രസിദ്ധാക്കി എല്ലാവരും ഘോഷമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും കൂടി അത് മുട്ടാണ്ട് പിന്നത്തെ കൊല്ലം മള്ളിയൂരിൽ തന്നെ വന്നിട്ട് വായിച്ചു. അല്ലെങ്കിൽ സപ്താഹം അങ്ങനെ ഘോഷമായിട്ട് തന്നെ നടത്തണമെന്നൊന്നുമില്ലല്ലോ. ഭക്തിക്കാണല്ലോ പ്രധാനം. ഭക്തിക്കാണ് പ്രധാനം. പക്ഷേ അന്നദാനം പ്രധാനമാണ്. അതെല്ലേ, അന്നദാനം പ്രധാനമല്ലേ എല്ലാം അന്നദാനം. അതുകൊണ്ട് പിന്നെ അന്നദാനം ഇരിക്കട്ടെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അന്നത് തുടങ്ങിയത്. അത് പിന്നെ അങ്ങനെ വിപുലതായി ഇപ്പോൾ നല്ലൊരു നിലക്ക് എത്തി. അതൊരു നമ്മളൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്ന തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പതുക്കെയാണ് സപ്താഹ വേദിയിലേക്ക് മുത്തശ്ശി വന്നത്. അന്നേരം നമ്മുടെ സമുദായ അംഗങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ആളുകൾക്ക് ഉണ്ടാവും ഇവിടെ എന്തിനാ അന്ന് വരെ കാണാത്ത അല്ലെ. അന്ന് മുത്തശ്ശി സപ്താഹം വായിക്കാൻ തുടങ്ങുമ്പോൾ സ്ത്രീകൾ സപ്താഹ വേദിയിൽ സപ്താഹം വായിക്കുന്നുണ്ടായിരുന്നോ? ഇല്ല, വളരെ കുറവല്ലേ. നമ്മുടെ നാട്ടിലുണ്ടായില്ല, അങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെതിരെ അങ്ങനെ എന്തെങ്കിലും ഒരു മുറുമുറുപ്പ് അങ്ങനെയൊന്നും ഉണ്ടായില്ല. നോക്കലില്ല. കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങള് ഇപ്പൊ മുത്തശ്ശിയെ കാണുന്നത്, മുത്തശ്ശി പറയുന്നു മുത്തശ്ശിക്ക് 90 വയസ്സായി. മുത്തശ്ശി ഞങ്ങളോട് സംസാരിക്കുന്നതും ഇവൻ ചെറിയ കുട്ടികളോട് വരെ മുത്തശ്ശിക്ക് അവരുടെ ആ ഒരു രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതിപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഔപചാരികമായ വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിൽ പോലും എങ്ങനെയാണ് ഇത്രയും തലമുറകളോട് ഒരേ രീതിയിൽ സംവദിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ മുത്തശ്ശിയിൽ കാണുന്ന ഒരു പ്രത്യേകത. സാധാരണ വയസ്സായ ആളുകൾ അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റ്, ഇത് തെറ്റ്, ഇങ്ങനെയൊന്നും മുത്തശ്ശിയുടെ അടുത്തുനിന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല.
അപ്പോഴാണ് ഈ സപ്താഹ വായനയിലേക്ക് അന്നത്തെ അത് മുത്തശ്ശിയുടെ ആ ഒരു പുരോഗമന ചിന്ത കൊണ്ടായിരിക്കാം വേദിയിലേക്ക് ഇതുപോലെ കടന്നു വരാൻ സാധിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട്. അന്നേരം ഇവന്റെ അച്ഛനെ ഇപ്പൊ പോയിക്കൂടാ, നീ പോകണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഒരു സഹകരണം, ആ സഹകരണമാണ് എന്നെ ഇത്ര എത്തിച്ചത്. ഈ സപ്താഹ വേദികളിൽ മുത്തശ്ശിക്ക് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. കുറച്ച് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നെങ്കിലും ഓർത്ത് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു വൈഷ്ണവം സത്സംഗം, ഭാഗവത കോകിലം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആദരിച്ചിട്ടുണ്ടായിരുന്നു. ആധ്യാത്മികം ആയതുകൊണ്ട് ഒരു സനാതന ധർമ്മത്തിന് നിലനിർത്തുന്നുണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ട്. അത് മാത്രല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 90 വർഷം വയസ്സായിട്ടുള്ള ഒരാള് ഒരു 20 വർഷം മുൻപ് 70 എന്നാലും 70 വയസ്സിൽ 70 വർഷം മുൻപ് ഈ ഒരു രംഗത്തേക്ക് വരികയും അത് പ്രത്യേകിച്ച് ഔപചാരിക വിദ്യാഭ്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇപ്പോൾ സപ്താഹം എന്ന് പറയുമ്പോൾ, ഭാഗവതം എന്ന് പറയുമ്പോൾ അതിലെ കഥകൾ, അത് ജനനന്മയ്ക്ക്, അത് പ്രത്യേകിച്ച് ഒരു മനുഷ്യൻ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഭക്തി ആണ് ഭാഗവതത്തിന്റെ മുഖ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് വിശ്വസിക്കുന്നു, അല്ലെ? ഭക്തിയാണ് നമുക്ക് പ്രധാനം. ബാക്കിയുള്ള ആലങ്കാരികങ്ങൾക്കപ്പുറത്തേക്ക് നിഷ്കാമമായിട്ടുള്ള ഒരു ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ പ്രസാദിക്കും എന്നുള്ള രീതിയിലാണ് സപ്താഹ കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളത്. മുത്തശ്ശിക്ക് ഈ ഭാഗവത സപ്താഹ വേദികളിൽ എവിടെയെങ്കിലും വെച്ച് മറക്കാനാവാത്ത അല്ലെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കാവുന്ന എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ? മുത്തശ്ശി കുറേ വേദികളിൽ പോയിട്ടുണ്ടല്ലോ. ആടെല്ലാം വലിയ ആദരവെല്ലാം ഉണ്ടായിരുന്നു. ആടെല്ലാം അതെല്ലാം മറക്കാനാവാത്ത തന്നെയാണ് പറയാമെന്ന് വിചാരിച്ചാൽ. അത് ഞാൻ എൻ്റെ ഈ ഇതുകൊണ്ട് ആവുന്നത്ര ഒതുക്കി വെക്കും, ഒന്നും അങ്ങനെ പറയില്ല. അല്ല, ആദരവ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് അവിടെ നിന്ന് ഒരുപാട് പേരുടെ സ്നേഹം വളരെ സ്നേഹമാണ്. എന്നെ വണ്ടി കയറ്റുന്നവരെല്ലാരും. ഞങ്ങൾക്ക് ഉള്ളൊരു ഇതെന്താന്ന് വെച്ചാല്, നമുക്കൊരു മാതൃവാത്സല്യം എന്ന് പറയില്ലേ, അതാണ് നമുക്ക് നമ്മുടെ ആളുകള്. അതെ, ഒരു അമ്മ എന്ന് പറഞ്ഞിട്ടാണ്. അമ്മ കെട്ടിപ്പിടിച്ചത് വലിയവരായാലും ചെറിയവര് അമ്മയല്ലായിരുന്നു വന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കും. ഇതെല്ലാം ഒരു അനുഭവമാണ് എൻ്റെ നോക്കുമ്പോൾ. അത്രക്കൊന്നും ഇല്ലെങ്കിലും കൂടി ഇതെല്ലാം എനിക്ക് ഈ ഭാഗവതം കൊണ്ട് കിട്ടിയത് ഇല്ല ശ്രേയസ്സാണ് എല്ലാം. അതുകൊണ്ട് ഞാൻ എല്ലാവരും ഇതിലേക്ക് ആക്കണമെന്നതിൻ്റെ ഉദ്ദേശം എനിക്കുണ്ട്. എൻ്റെ മക്കളെങ്കിലും എങ്ങനെയും വായിക്കാൻ പഠിക്കാണ്ട് പറ്റൂല എന്നില്ല. ഇപ്പോൾ നമ്മുടെ കനകായാലും സീമയായാലും ഒരു മക്കളായാലും അവർ ഇതിലെന്നെ കൂടണമെന്ന് ഇല്ല. അതാണ് നാരായണീയം നിഷ്ഠയിൽ. ഇത്രയും കാലം ഞാൻ ഇപ്പോൾ ഇവിടെ നാരായണീയം നമ്മളെല്ലാം കുഞ്ഞാളെല്ലാം കുടിച്ചാൽ പോയി വായിക്കല്. ഭാഗവതം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഗീത വായിക്കണം. അതും ഞാൻ തന്നെ അതിൻ്റെ മുന്നിൽ പുറപ്പെടും. മുത്തശ്ശിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ മുത്തശ്ശി 90 വയസ്സായി, മുത്തശ്ശി 19ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ് വന്നു. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു തലമുറയെ മുത്തശ്ശി നോക്കാറുണ്ടല്ലോ, ഇപ്പോഴത്തെ കുട്ടികള്, പേരക്കുട്ടികള്, ഇപ്പോഴത്തെ ജനറേഷൻ അല്ലേ? എന്താണ് മുത്തശ്ശിക്ക് തോന്നുന്നത്? ഇപ്പോഴത്തെ കുട്ടികളായിട്ട് ജീവിക്കുന്നതാണോ സുഖം, അതോ പഴയ കാലമായിരുന്നോ സുഖം? എന്താണ്? അതുപോലെ കുഞ്ഞുങ്ങളോട്, ഇപ്പോഴത്തെ വരുന്ന പെൺകുട്ടികളോട്, പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിലുള്ള പെൺകുട്ടികളോട് മുത്തശ്ശിക്ക് ഒരു മുത്തശ്ശി എന്നുള്ള നിലയിൽ എങ്ങനെയാണ് മുത്തശ്ശി പറയുന്നത്? എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവര് ആവുന്നത്ര വിദ്യാഭ്യാസവും ആവുന്നത്ര കലയും എല്ലാം അഭ്യസിക്കണം എന്നുള്ള ഉദ്ദേശക്കാരിയാണ് സാധാരണ എല്ലാ കുഞ്ഞുങ്ങളും. ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും അന്നേരം തന്നെ നമ്മൾ അവരോട് ഇങ്ങനെല്ലാം പറഞ്ഞു കൊടുക്കും. ഇന്നത്തെ കലകൾ ഏത് കളയേണ്ടതില്ല. സംഗീതമായാലും സാഹിത്യമായാലും പിന്നെ നൃത്തമായാലും എല്ലാം അത്യാവശ്യമാണ്. ആവുന്നത്ര ഞാൻ പോയി കാണും. എന്നിട്ട് ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എനിക്കത് വളരെ ഇഷ്ടം. അതായത് വിദ്യാഭ്യാസവും അതുപോലെ അതിനപ്പുറത്തേക്കുള്ള പ്രവർത്തനങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കണം തന്നെ ഉദ്ദേശം. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഈ ഭക്തിയോടുകൂടി നമ്മൾ ഈശ്വരാന്ന് പറഞ്ഞൊരു പുറപ്പാടുണ്ടല്ലോ, അതും കൂടി വേണം എന്നൊരു ഉദ്ദേശം. സംസ്കാരത്തെയും നമ്മുടെ ആചാരങ്ങളെയും സൂക്ഷിച്ചത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ, അതായത് കാലാനുസൃതമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പൊ നമുക്ക് രാവിലെ വെളുപ്പിന് ഇപ്പം നീലേശ്വരത്ത് പോയി വന്ന് മുങ്ങി കുളിച്ചിട്ട് അകത്ത് കയറിയാൽ മതി എന്നെല്ലാം പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇപ്പൊ. അപ്പൊ അതേപോലെയുള്ള വളരെ കാലാനുസൃതമായ മാറ്റങ്ങളോടെ നമ്മുടെ സംസ്കാരത്തെയും മൂല്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകണം. ഒപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരു കാര്യത്തിലും പുറകിലായി കൂടാ. നല്ല പഠിപ്പ് വേണം എന്നാണ് എൻ്റെ ഉദ്ദേശം. എത്ര പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ മുത്തശ്ശി ഒരുപാട് ഭാഗവത വേദികളിൽ വന്നിട്ടുണ്ട്. ശമ്പോട്ടൻ തന്നെ കണ്ടിട്ടുണ്ട് മുത്തശ്ശി വായിക്കുന്നത്. ഇപ്പൊ ഒരു മകൻ എന്ന നിലയിൽ അമ്മ എങ്ങനെയായിരുന്നു ശമ്പോട്ടന്? ഇപ്പം നമുക്കറിയാം അത്ര വിദ്യാഭ്യാസം ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ പൊതുവെ അമ്മയ്ക്ക് വലിയ വിവരമൊന്നുമില്ല, അമ്മ ഒന്നും അറിയില്ല എന്നാണ് പൊതുവെ ആൺകുട്ടികൾ പറയാം ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ. ശമ്പോട്ടൻ്റെ അനുഭവം എങ്ങനെയായിരുന്നു? ഈ മുത്തശ്ശി എങ്ങനെയായിരുന്നു?
അല്ല, ചെറുപ്പത്തിലെ അമ്മ നമ്മുടെ കാര്യത്തിൽ എല്ലാം ശ്രദ്ധിക്കണം. നമുക്ക് വിദ്യാഭ്യാസം തരുന്ന കാര്യത്തിലായിരുന്നു എല്ലാവരും അമ്മയായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. കാരണം അച്ഛൻ എന്ന് വെച്ചാൽ ഒരു 6 മാസമേ ഇല്ലത്തുണ്ടാവുള്ളൂ. ബാക്കി എല്ലാ കാലങ്ങളിലും കലശം എന്ന് പറഞ്ഞ് താന്ത്രികമായിട്ട് ഉള്ളതുകൊണ്ട് പല ഭാഗങ്ങളിലും പോകുന്നതുകൊണ്ട് അച്ഛൻ്റെ സാന്നിധ്യം ഇല്ലത്ത് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അരിയിൽ എഴുതിച്ച് കുഴിയിൽ എഴുതിപ്പിക്കുന്നത് വരെ അമ്മയുടെ ഉത്തരവാദിത്തമായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അരിയിൽ എഴുത്തൊന്നും അച്ഛൻ എഴുതി കിട്ടൂ എന്നല്ലാതെ ഉണ്ട്. പിന്നെ നമുക്ക് അത് അഭ്യസിപ്പിച്ച് തന്നത് അമ്മയാണ്. അത്രയും അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ മാത്രമല്ല കഴിഞ്ഞ് കുറച്ച് നമ്മൾ ഉപനയനം കഴിഞ്ഞ് നമ്മൾ മന്ത്രം പഠിക്കുമ്പം അച്ഛൻ ചില സമയത്ത് നമ്മളോട് കുറച്ച് നമ്മൾ പഠിക്കാൻ നമുക്ക് അച്ഛനെ ഫോളോ ചെയ്യാനാവാത്ത സമയത്ത് അച്ഛൻ നിർദ്ദേശം വരുന്ന സമയത്ത് അമ്മയാണ് ആ മന്ത്രങ്ങൾ നമ്മളെ പഠിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ആവഹന്തി സൂക്തം എന്ന് പറഞ്ഞൊരു സൂക്തമുണ്ട്. അത് മുഴുവൻ ശരിക്കും വളരെ ലളിതമായിട്ട് അമ്മേൻ്റെ ചെല്ലി കേൾപ്പിച്ച് നമ്മളെ പഠിച്ചത് ഒരു അനുഭവം എനിക്കുണ്ട്. അങ്ങനത്തെ അമ്മയാണ് എല്ലാ കാര്യങ്ങളിലും. പിന്നെ ഈ രാമായണ ദിനം, നാരായണി ദിനം ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് എല്ലാം അമ്മയുടെ പ്രേരണ കൊണ്ടാണ്. പിന്നെ സപ്തതിയുടെ സമയത്ത് ഇല്ലത്ത് വെച്ച് ചന്ദ്രശേഖര ശാസ്ത്രികളെ കൂട്ടുന്നത് 7 ദിവസം ഈ സപ്താഹം അമ്മയുടെ പിറന്നാളായിട്ട് കഴിയുന്ന തരത്തിൽ 7 ദിവസം സപ്താഹം ആഘോഷിക്കുകയുണ്ടായി. അമ്മ ഭാഗവത വേദികളിൽ പിന്നെ വേദിയിൽ കയറിയിട്ടാകുമ്പം ഇവിടെ നാട്ടിൽ ആർക്കും എതിർപ്പുണ്ടായില്ല. കാരണം വെച്ചാൽ ഇവിടെ ഭാഗവതം കൈകാര്യം ചെയ്യുന്ന സ്ത്രീകൾ കുറവായിരുന്നു. അതുകൊണ്ട് പരസ്പരം മത്സരത്തിന് ആളുണ്ടായില്ല. ഇപ്പം എന്തായി പറഞ്ഞാൽ കുറേ ആൾക്കാർ ആ അമ്മേനെ ഫോളോ ചെയ്ത് അമ്മേനെ അനുകരിച്ച് കുറേ ആൾക്കാർ ഇപ്പം ഭാഗവതങ്ങളിലും പുസ്തകങ്ങളിലും പഠിച്ച് അവർ വായിക്കാനുണ്ടായി. അത് നല്ലൊരു കാര്യമാണ്. അമ്മേനെ കൂടെ ഉണ്ടായൊരു ഒരു മുന്നേറ്റമാണ്. ശരിക്കും ഒരു ആധ്യാത്മിക ബോധം നമ്മുടെ സമൂഹത്തിലേക്ക് ഉണ്ടാക്കാൻ പറ്റിയത് അമ്മയൊരു കഴിവ് തന്നെയാണ്. ഈ നമ്മൾ ചടങ്ങുകൾക്ക് ചേടി വരക്കുക എന്നുള്ളൊരു സംവിധാനമുണ്ട്. ചേടി കൊണ്ടുവന്ന് വരച്ചിട്ട് അതിൻ്റെ അടുത്താണ് ഈ പൂജ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചേടി വളരെ വളരെ മനോഹരമായി ഇപ്പം കൂടി അമ്മ വരക്കും. അത്രയും മനോഹരമായിട്ട് വരക്കാൻ അമ്മക്ക് കഴിവുണ്ട്. അതിപ്പോൾ എൻ്റെ ഭാര്യനെ കനകത്തിനെല്ലാം അമ്മേനെ അഭ്യസിപ്പിച്ചില്ല. അത് അവരെല്ലാം വരക്കും. അതെല്ലാം അമ്മയൊരു ആർട്ടാണ്. അത്രയും അതിൽ കഴിവുണ്ട്. പിന്നെ പൂജക്കൊരുക്കാൻ, അതായത് അച്ഛനും വലിയൊരു പരികർമ്മയാണ് ശരിക്കുന്ന അമ്മ. എല്ലാം അച്ഛനവിടെ വന്നിരിക്കുകയേ വേണ്ടു. ഇത് ശംഭുതമ്പുതിരിയുടെ ഭാര്യയാണ്, എൻ്റെ മരുമകളാണ്. ഞാനും ആരെങ്കിലും ഇവിടെ വന്നാൽ ചോദിക്കും അമ്മയും മോളെ ഇല്ലയോ ചോദിക്കും. അങ്ങനെ നമ്മൾ അമ്മയും മകളായിട്ടാണ് ഇവിടെ, മരുമകളായിട്ടല്ല ഇവിടെ തീരുമാനം. എൻ്റെ സ്വന്തം കുഞ്ഞായിട്ടാണ് ഞാൻ മോളെ ഇതുവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ മക്കളെ ഒരുപാട് ഇനിയും സംസാരിക്കണമെന്നുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയണമെന്നുണ്ട്. കാരണം ഇത്രയും അനുഭവ പരിചയവും ജീവിത പരിചയവും ഉള്ള മുത്തശ്ശിയോടൊപ്പം ഇത്രയും നേരം സംസാരിക്കാൻ സാധിച്ചത് തന്നെ വളരെ സന്തോഷം. അതിന് ഞാൻ ചിത്രാഞ്ജലി ആർട്സിന് വേണ്ടി നന്ദി പറയുന്നു. ഇനി ഒരുപാട് വേദികളിൽ ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഭാഗവത പാരായണത്തിനും മറ്റ് ആഖ്യാനത്തിനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം നന്ദി. നിങ്ങൾ ഇവിടെ വന്ന് ഇതെല്ലാം ആക്കി എടുത്തതുകൊണ്ടും ചിത്രാഞ്ജലി നമുക്കിവിടെ കണ്ടെത്തിയതുകൊണ്ടും അതെല്ലാം നിങ്ങളുടെ ഇദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതിൻ്റെ എല്ലാ അനുഗ്രഹവും. ഇത്രയും നേരം കിഴക്കിളം നീലമന അതിഥി അന്തർജനത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കിട്ടു. നിങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചത് ക്യാമറമാൻ ചിത്രാഞ്ജലിയോടൊപ്പം ഞാൻ ബിന്ദു മരങ്ങാട്.